ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോരിച്ചൊരിയുന്ന മഴയത്ത് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിലൂടെയുള്ള സാഹസിക യാത്രയാണ് കയാക്കിംഗ്. മലയോര മേഖലയെ ഏറ്റെടുത്ത കയാക്കിംഗ് സാഹസികത കൊണ്ടും വിദേശ താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. മലയോരത്തെ കയാക്കിംഗ് കാഴ്ചകൾക്ക് മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. വിലക്കയറ്റമില്ലാത്ത ഓണമായിരിക്കും ഇത്തവണത്തേതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ ദേശീയതലം അന്വേഷണം ആവശ്യമാണെന്ന് കെ മുരളീധരൻ. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും MLA. RSSും BJPയും ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. മതനിരപേക്ഷതയ്ക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പെൺകൂട്ടായ്മ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ റേഷൻ മുൻഗണനാ പട്ടിക തയ്യാറാക്കി അർഹരായവരെ കണ്ടെത്താനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ജൂലൈ 25-നുള്ളിൽ പട്ടിക തരാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. റേഷൻ കടകളിലെ കമ്പ്യൂട്ടറൈസേഷൻ നടപടി നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റമില്ലാത്ത ഓണമായിരിക്കും ഇത്തവണയെന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് അർഹരെ നമുക്കതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും 1,54,80,042 പേരെ മുൻഗണനാ പട്ടികയിൽ വരാൻ പാടുള്ളൂ കേന്ദ്രത്തിന്റെ NFSA മാനദണ്ഡം അനുസരിച്ച്. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്ത് ഒരാൾ പോലും വന്നുകൂടാ. അതുകൊണ്ട് തികച്ചും അർഹതപ്പെട്ടവർ തന്നെ ആയിരിക്കണം 1,54,80,042 പേരായി വരേണ്ടവർ എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSും BJPയും ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച മതനിരപേക്ഷയ്ക്കായി പെൺകൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് മതനിരപേക്ഷതയ്ക്കായി പെൺകൂട്ടായ്മ സംഘടിപ്പിച്ചത്. ദേശീയ അന്തർദേശീയ തലത്തിലെ വനിതാ നേതാക്കളടക്കം പങ്കെടുത്ത പ്രൌഢഗംഭീരമായ ചടങ്ങ് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മതനിരപേക്ഷത അടിസ്ഥാന ആവശ്യമാണ്. ഒരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവർ അതിനെ എതിർക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. കാവ്യവേഷം ധരിക്കുന്നവന് പരമാധികാരം കൊടുക്കുന്ന അവസ്ഥയാണ് രാജ്യത്ത്. RSSും BJPയും ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുന്നു. ഈ അവസ്ഥ മാറി ജനാധിപത്യ സംവിധാനം നിലനിർത്തണം. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചർച്ചാ വിഷയമാകണമെന്നും ഇത് തടയാൻ ഇത്തരം പെൺകൂട്ടായ്മകൾ സംഘടിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. For secularism, our effort to have women's gatherings on the issue of secularism is taking place in a state where the government itself is again and again, through its policies, through its practice and through its declarations, has made it very clear that come what may, Kerala will always be a symbol of communal harmony. Kerala will always be the flag bearer of secularism, and Kerala government is committed for the protection of the rights of all minorities and all citizens of this state. A. Pradeep Kumar MLA, Mayor Thodathil Devendran, Advocate P. Sadhidevi, KK Lidhiga, Chedana Tirthali, Susama Kudiyan, Dr. Gadija Mundas, Deputy Mayor Meera Darshak, AK Premacham തുടങ്ങിയവർ കൂട്ടായ്മയിൽ അണിനിരന്നു.
BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ ദേശീയ തലത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നും ഇതിനു മുന്നോടിയായി കേരളത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് തുടക്കം കുറിക്കണമെന്നും MLA കെ മുരളീധരൻ. ഇനി കേരളത്തിൽ BJPയുടെ അസ്തമയം കാണാമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഇങ്ങനെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോർട്ടിലെ കത്ത് നൽകണം, ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിട്ട് പറയണം ഇത് കേന്ദ്രത്തിലെ ഭരണകർത്താക്കൾക്കൂടെ ഉൾപ്പെട്ട ഒരു പ്രശ്നമായതുകൊണ്ട് ഹൈക്കോർട്ടിലെ സിറ്റിംഗ് ജഡ്ജി ഈ ഒരു പ്രത്യേക കാര്യത്തിന് വിട്ടുതരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാന്ദ്രയാത്രയുടെ നാൾ വഴിയിലൂടെയുള്ള യാത്രയുമായി ഒരു കൊച്ചു കാൽവെപ്പ് എക്സിബിഷൻ. റീജിയണൽ സയൻസ് സെന്റർ രൂപകൽപ്പന ചെയ്ത പ്രത്യേക എക്സിബിഷൻ അപ്പോളോ ദൌത്യങ്ങൾ, ഭാരതത്തിന്റെ ചാന്ദ്രദൌത്യം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. എക്സിബിഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാന്ദ്രയാത്രയുടെ നാൾവഴിയിലൂടെയുള്ള യാത്രയാണ് ഒരു കൊച്ചു കാൽവെപ്പ് എന്ന പേരിൽ റീജിയണൽ സയൻസ് സെന്ററിൽ ആരംഭിച്ച എക്സിബിഷൻ. റീജിയണൽ സയൻസ് സെന്റർ രൂപകൽപ്പന ചെയ്ത ഈ പ്രത്യേക എക്സിബിഷൻ ചാന്ദ്രയാത്രയുടെ അവിസ്മരണീയമായ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ശാസ്ത്രലോകം തേടിയെത്തുന്നവർക്കായി ഒരുക്കിയ എക്സിബിഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രമേഖലയിൽ പുതുകാൽവെപ്പുകൾ ഇനിയും അനിവാര്യമാണ്. രാജ്യത്തിന്റെ പുരോഗതി ശാസ്ത്ര പുരോഗതിക്ക് അടിസ്ഥാനമാണെന്നും മേയർ പറഞ്ഞു. എല്ലാ നിലയ്ക്കും നമ്മളിന്ന് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നു. നമുക്ക് ഒരുപാട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള അത്രയും പ്രശ്നങ്ങൾ വേറെ എവിടെയും ഉണ്ടാവില്ല. എന്നിട്ട് പോലും നമ്മൾ ഇങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ പഠിച്ചു വളർന്നിട്ടാണ് ഈ നിലയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ചടങ്ങിൽ സയൻസ് സെന്റർ ഡയറക്ടർ VS രാമചന്ദ്രൻ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഏവിയോണിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉമാ മഹേശ്വരൻ, M രാധാകൃഷ്ണൻ, P ശ്രീജിത്ത്, KM സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. അപ്പോളോ ദൌത്യങ്ങൾ, ചന്ദ്രോപരിതലത്തിലെ സവിശേഷതകൾ, ഭാരതത്തിന്റെ ചാന്ദ്രദൌത്യം തുടങ്ങിയവയെല്ലാം എക്സിബിഷനിൽ പ്രതിപാദിക്കുന്നു. മൂൺ ബഗ്ഗിയുടെ പ്രവർത്തനം, ചാന്ദ്രദൌത്യങ്ങളുടെ മോഡലുകൾ തുടങ്ങിയവയെല്ലാം എക്സിബിഷനിൽ കാണാം. ചാന്ദ്രയാത്രികന്റെ വേഷത്തിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രനിലെ അപൂർവ ദൃശ്യങ്ങളുടെ വീഡിയോയും ഈ എക്സിബിഷന്റെ പ്രത്യേകതയാണ്. ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് എക്സിബിഷൻ ഉണ്ടാവുക. ചാന്ദ്രവാരവുമായി ബന്ധപ്പെട്ട് ജൂലൈ 21 മുതൽ 27 വരെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. GST നടപ്പിലാക്കുന്നതിന് മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലും ചില ആനുകൂല്യങ്ങൾക്കുള്ള സാധ്യതയുണ്ടായിട്ടും മന്ത്രി തോമസ് ഐസക് അതിനായുള്ള ശ്രമം പോലും നടത്തിയില്ലെന്ന് MLA കെ മുരളീധരൻ. ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് INTUC നടത്തിയ ലോട്ടറി ഓഫീസറിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ലോട്ടറി GST മുഴുവനായി സർക്കാർ അടയ്ക്കുക, വെട്ടിക്കുറച്ച ഏജൻസി കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, വെട്ടിക്കുറച്ച സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കുക, ബോണസ് 10,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC നേതൃത്വത്തിൽ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. GST നടപ്പിലായതോടെ ലോട്ടറി ഏജൻസികളും തൊഴിലാളികളും പൂർണ്ണമായും പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയത്. ലോട്ടറി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ MLA കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിലും GST നടപ്പിലാക്കുന്നതിന് മുൻപ് ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും മന്ത്രി തോമസ് ഐസക് അതിനായുള്ള ശ്രമം പോലും നടത്തിയില്ലെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. വില കൂടുമെന്ന് പറഞ്ഞ എല്ലാത്തിനും വില കൂടുകയും കുറയുമെന്ന് പറഞ്ഞതൊന്നിനും വില കുറഞ്ഞതുമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും അധികം GSTയുടെ പ്രചാരകനായി മാറിയത് അരുൺ ജെയ്റ്റ്ലി അല്ല, തോമസ് ഐസക്. തോമസ് ഐസക്കൊക്കെ നിയമസഭയിൽ പറഞ്ഞത് 35,000 കോടിയുടെ വാർഷിക വരുമാനം GST നിന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ അദ്ദേഹത്തിന് എത്രയാ കണക്ക് അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഡീസലിനും പെട്രോളിന്റെയും നികുതി ഉൾപ്പെടെയുള്ളതൊക്കെ അതിന്റെ ഒക്കെ ഒരു വിഹിതം സ്റ്റേറ്റിന് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ അതിലൊരു രൂപ എത്തിയിട്ടില്ല. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ജോയ് പ്രസാദ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി പ്രവീൺ കുമാർ, കൌൺസിലർ വിദ്യാ ബാലകൃഷ്ണൻ, MP തോമസ്, VK പ്രകാശൻ, PP ഉണ്ണികൃഷ്ണൻ, A പീതാംബരൻ, അഡ്വക്കേറ്റ് M രാജൻ, ദിനേശ് പെരുമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള. You by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. Tourism, travel, hotel, resort,
കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റഡ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244299 2729722. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251 0495323136. വാർത്തകൾ തുടരുന്നു. പോലീസ് സേനാംഗങ്ങൾ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സഹായനിധി വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മെഡിക്കൽ കോളേജ് ASI ഗോപിനാഥൻ, കൺട്രോൾ റൂം CPO ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുടെ കുടുംബങ്ങൾക്കാണ് സഹായനിധി വിതരണം ചെയ്തത്. പോലീസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോലീസ് സേനാംഗങ്ങൾ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അത് നൽകാനുള്ള ചുമതലയാണ് നിങ്ങളെല്ലാം സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. ഈ സഹായനിധിയുടെ സാമ്പത്തികമായ വലിപ്പമല്ല നിലമറിച്ച് രണ്ടുപേരുടെയും കുടുംബത്തോട് കാണിക്കാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുള്ള സഹോദര വിശേഷമായ സാഹോദര്യത്തിൻ്റെ ഹൃദയസ്പന്ദത്തിനാണ് കാക്കിയെടുപ്പ് ധരിച്ച് ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ഹൃദയത്തിൽ ഇതുപോലുള്ള ആത്മസ്പന്ദങ്ങൾ, ജീവകാരുടെ പ്രധാനമായ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവന സന്നദ്ധതയും ഹൃദയവിശാലതയും ഒക്കെ ഉണ്ട് എന്ന് പലർക്കും ബോധ്യമായിട്ടില്ല. KPA പ്രസിഡന്റ് BP പവിത്രൻ അധ്യക്ഷനായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS, ഡെപ്യൂട്ടി കമ്മീഷണർ ജയദേവ് G IPS, മൂസ വള്ളിക്കാടൻ, CK സുജിത്, V ഷാജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലയിലെ എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തി മെമ്പേഴ്സ് ഡയറക്ടറി പ്രസിദ്ധീകരിച്ചു. ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടറിയുടെ പ്രകാശന കർമ്മം ജില്ലാ ജഡ്ജ് MR അനിത നിർവഹിച്ചു. KACA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് K പ്രകാശൻ ഏറ്റുവാങ്ങി. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലയിലെ എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തി മെമ്പേഴ്സ് ഡയറക്ടറി പ്രസിദ്ധീകരിച്ചു. മുഴുവൻ അംഗങ്ങളുടെയും ഫോട്ടോയും ഫോൺ നമ്പറും മേൽവിലാസവും കൂടാതെ ആവശ്യം വേണ്ട നിയമവകുപ്പുകളും ജില്ലയ്ക്കകത്തെ സിവിൽ ക്രിമിനൽ കോടതികളുടെ അധികാരപരിധികളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ഫോൺ നമ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറക്ടറി മുഴുവൻ വക്കീൽ ഗുമസ്തന്മാർക്കും പരസ്പരം അറിയാനും സംഘടനാ തലത്തിൽ ബന്ധപ്പെടാനും ഉപകരിക്കും. ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടറിയുടെ പ്രകാശന കർമ്മം ജില്ലാ ജഡ്ജി MR അനിത, KACA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് K പ്രകാശനം നൽകി നിർവഹിച്ചു.
അഡ്വക്കേറ്റ്സ് എത്രമാത്രം കർമ്മകുശലതയോടെ പെരുമാറണം, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ഡ്രഗ്സിനും അതിൻ്റെതായ റോളുണ്ട്. എങ്കിൽ മാത്രമേ ഒരു അഡ്വക്കേറ്റിന് ഒരു കേസ് വേണ്ടവർക്ക് ശരിയായ ഒരു കോടതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അഡീഷണൽ ജില്ലാ ജഡ്ജ് കെ സോമൻ മുഖ്യ അതിഥിയായിരുന്നു. പ്രസിഡന്റ് OT മുരളീദാസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A സുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PP രാഘവൻ, PT മോഹൻകുമാർ, MK സത്യൻ, അഹമ്മദ് കോയ, എടത്തൊടി രാധാകൃഷ്ണൻ, VP മോഹനൻ, VK രാജേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് സിറ്റി വനിതാ പോലീസ് സെല്ലും പ്രൊവിഡൻസ് വിമൻസ് കോളേജ് NSS യൂണിറ്റും സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ച് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഷാമിൽ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സ്വയം സംരക്ഷണത്തിനും പ്രതിരോധത്തിനും പെൺകുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് സിറ്റി വനിതാ പോലീസ് സെല്ലും പ്രോവിഡൻസ് വിമൻസ് കോളേജ് NSS യൂണിറ്റും സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ട് പ്രോവിഡൻസ് വിമൻസ് കോളേജിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. റവന്യൂ ഡിവിഷണൽ ഓഫീസറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായ ഷാമിൻ സെബാസ്റ്റ്യൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അയാൾ മുമ്പ് പല ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ only one person reacted, right? Only one person had the courage to come forward. പക്ഷെ അതുകൊണ്ട് എന്താണ്, വളരെ പ്രൊട്ടക്റ്റഡായി വളരെ സേഫ് എന്ന ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് വരാണ് അല്ലേ. അപ്പോൾ മുമ്പേ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ, മുമ്പ് ഈ ഒരു ദുരന്തം ഉണ്ടായിരുന്ന ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. അപ്പം വാട്ട് യു ഡൂയിങ് ഇസ് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ പരാതി പിൻവലിക്കുക, അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പഠിക്കുമ്പോൾ വേറൊരാൾക്ക് കൂടെ അങ്ങനെ ബുദ്ധിമുട്ട് വരികയാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലേ. പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റീത്ത AC ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പ്രഭിത E പദ്ധതി വിശദീകരിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ PM സുരേഷ് ബാബു, വനിതാ സെൽ ഇൻസ്പെക്ടർ ഷാൻഡി സിറിയക് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. KK ചന്ദ്രഹാസൻ, ഡോക്ടർ സിനി R, സിസ്റ്റർ അഷ്മിത, അമ്പിളി തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. PV അബ്ദുള്ളക്കോയ അനുസ്മരണം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C മോയിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ സത്യസന്ധതയുടെയും ആദർശത്തിന്റെയും വേറിട്ട വ്യക്തിത്വമായിരുന്നു PV അബ്ദുള്ളക്കോയ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കേരള രാഷ്ട്രീയത്തിൽ സത്യസന്ധതയുടെയും ആദർശത്തിന്റെയും വേറിട്ട വ്യക്തിത്വമായിരുന്നു BV അബ്ദുള്ളക്കോയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C മോയിൻകുട്ടി. BV ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച BV അബ്ദുള്ളക്കോയ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ സമീപിക്കുന്നവർ സഹായത്തിന് അർഹരാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ശുപാർശ ചെയ്യുന്നതിനാൽ പൊതുരംഗത്ത് BVയുടെ ഇടപെടൽ പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. എങ്ങനെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി എന്നപ്പോഴും സ്വാഭാവികമായും നമുക്കറിയാവുന്നത് പോലെ തന്നെ മോഹനസുന്ദര വർത്തമാനങ്ങൾ അദ്ദേഹത്തിന്റെ അതിനിടയിൽ ഉണ്ടായിരുന്നില്ല. ഭംഗി വാക്കുകൾ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. ഉള്ളതുപോലെ പറയുന്നു. അതായത് വൈസ് ചെയർമാൻ SV ഉസ്മാൻ കോയ അധ്യക്ഷം വഹിച്ചു. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി K മൊയ്തീൻ കോയ, C അബ്ദുറഹിമാൻ, KT ബീരാൻ കോയ, CT സക്കീർ ഹുസൈൻ, P ഇസ്മായിൽ, PM ഹനീഫ, AV അൻവർ, K കോയ കൂട്ടുമൽ, MM കാദിരി, CP ഇക്ബാൽ, ഫൈസൽ പള്ളിക്കണ്ടി, PV അവറാൻ, CP ഉസ്മാൻ കോയ, VK ആലിക്കോയ, AT മൊയ്തീൻ കോയ, KP അബ്ദുള്ള കോയ, കോയപ്പത്തൊടി മുഹമ്മദ് അലി, U സജീർ എന്നിവർ സംസാരിച്ചു. കൂട്ടുകൂടാൻ പുസ്തക ചങ്ങാതി. URC സൗത്ത് തിരുവണ്ണൂരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള പരിപാടിയാണിത്. സിനിമാ നാടക പ്രവർത്തക സജിത മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. URC സൗത്ത് തിരുവണ്ണൂരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള കൂട്ടുകൂടാൻ പുസ്തക ചങ്ങാതി ചലച്ചിത്ര നാടക പ്രവർത്തക സജിത മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വായന യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വീട്ടിന്റെ അകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് പാഠപുസ്തകത്തിൽ നിന്നല്ല നമ്മുടെ വായനയും അറിവും ഒന്നും ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വിദ്യാലയത്തിൽ വരാത്തത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കാനും. ശാരീരിക പരിമിതികളാൽ അറിവിന്റെ അക്ഷരമുറ്റത്തെത്താൻ കഴിയാത്ത ധാരാളം കുട്ടികൾ URC സൗത്ത് തിരുവണ്ണൂർ പരിധിയിലുണ്ട്. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ആടാനും പാടാനും കൂട്ടുകാർക്കൊപ്പം കളിച്ചു വളരാനും കഴിയാതെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇവർ ഒതുങ്ങി ജീവിക്കുകയാണ്.
ഇത്തരം കുട്ടികളുടെ അവസ്ഥാപഠനം നടത്തുകയും സാധാരണ കുട്ടികൾക്ക് പ്രാപ്യമാകുന്ന എല്ലാ അവസരങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് കൂടി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ്. വാർഡ് കൗൺസിലർ പി നിർമ്മല അധ്യക്ഷം വഹിച്ചു. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സബിത ശേഖർ എം, ആര്യ രാജീവ്, എം ജയകൃഷ്ണൻ, ഗോപി പുതുക്കോട്, സി ജനാർദ്ദനൻ, ശശികുമാർ കെ വി, ആബിദ ബീഗം എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് and we all liked it. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. We already have a plan. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് and it's really very nice. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഓട്ടോറിക്ഷകൾക്ക് LPG ഇന്ധനം സുതാര്യമായി ലഭ്യമാക്കണമെന്ന് LPG ഓട്ടോ തൊഴിലാളികളുടെ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇന്ധനം കൃത്യമായി ലഭിക്കാത്തതിനാൽ LPG ഓട്ടോകൾ സർവീസ് നടത്താനാവാതെ കനത്ത പ്രതിസന്ധി നേരിടുകയാണ്. നഗരത്തിലെ LPG ഇന്ധനക്ഷാമത്തിന് പരിഹാരം കാണാനാവശ്യമായ നടപടികളുമായി LPGയിലോടുന്ന ഓട്ടോറിക്ഷകളുടെ ഡ്രൈവർമാർ രംഗത്തെത്തി. പ്രശ്നം ചർച്ച ചെയ്യാൻ CITU സിറ്റി ഓട്ടോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ STU HMS നേതാക്കളും പങ്കെടുത്തു. നഗരത്തിൽ ഇടയ്ക്കിടെ LPG ഇന്ധനത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു കൺവെൻഷൻ. ആവശ്യമായ LPG ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് നിവേദനം നൽകാൻ കൺവെൻഷൻ തീരുമാനിച്ചു. നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ LPG ഇന്ധനം ഉണ്ടായിട്ടും അവ നൽകാതെ മറ്റ് ഇന്ധനങ്ങൾ വിതരണം ചെയ്യുന്ന പമ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി A സോമശേഖരൻ, ഓട്ടോ സിറ്റി കമ്മിറ്റി ഏരിയ സെക്രട്ടറി യാസർ അറാഫത്ത്, AK സജീവ് കുമാർ, PP ഉമ്മർ, അബൂബക്കർ, ഗഫൂർ പുതിയങ്ങാടി എന്നിവർ സംസാരിച്ചു. ഡീസൽ ഓട്ടോയുമായി താരതമ്യം ചെയ്യുമ്പോൾ മലിനീകരണം വളരെ കുറവുള്ള LPG ഉപയോഗത്തിലോടുന്ന 500ഓളം ഓട്ടോകളാണ് നഗരത്തിലുള്ളത്. ഇവയ്ക്കാവശ്യമായ LPG ഇന്ധനം കൃത്യമായി ലഭിക്കാത്തതിനാൽ പലപ്പോഴും ദിവസങ്ങളോളം ഈ ഓട്ടോകൾ നിർത്തിയിടേണ്ട ഗതികേടിലാണ്. എന്നാൽ കുറച്ചു കാലമായി നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ LPGക്ക് ക്ഷാമം നേരിട്ടതാണ് നഗരത്തിൽ LPG ഓട്ടോകളെ പ്രതിസന്ധിയിലാക്കിയത്. ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ബാങ്ക് വായ്പയെടുത്ത് പുതിയ LPG ഓട്ടോ വാങ്ങിയവർ പലരും ആവശ്യത്തിന് ഇന്ധനം ലഭിക്കാത്തതിനാൽ ഓടാനാകാതെ ഇരിക്കുകയാണ്. ഇത് കാരണം പലപ്പോഴും ബാങ്ക് വായ്പകളും തിരിച്ചടയ്ക്കാനാകാത്ത അവസ്ഥയുണ്ട്. LPG ഇന്ധനത്തിന്റെ വിലക്കുറവും ഇവയ്ക്കുള്ള മൈലേജിന്റെ വർധനയും മലിനീകരണത്തിന്റെ കുറവും കാരണം നഗരത്തിൽ കൂടുതൽ ഓട്ടോകൾ LPGയിലേക്ക് മാറുന്നതിനിടയിലാണ് ഇപ്പോഴുള്ള ഇന്ധനക്ഷാമമെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഇതിന് പരിഹാരം കാണാനാണ് നഗരത്തിലെ LPG ഓട്ടോ ഡ്രൈവർമാർ കൺവെൻഷൻ നടത്തിയത്. മലബാർ റിവൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി മീൻതുള്ളിപ്പാറയിൽ നടന്ന ഫ്രീ സ്റ്റൈൽ കയാക്കിംഗ് കാണികളിൽ കൗതുകമുണർത്തി. മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ ന്യൂസിലൻഡിലെ ജോസഫ് ജൂറിയും ഇറ്റലിയുടെ ജൂലിയയും വിജയികളായി. കുറ്റ്യാടിപ്പുഴയിലെ പറമ്പൽ മീൻതുള്ളിപ്പാറയിൽ നടന്ന അന്താരാഷ്ട്ര കയാക്കിംഗ് ഫ്രീ സ്റ്റൈൽ ടൂർണമെന്റിൽ ന്യൂസിലൻഡിലെ ജോസഫ് ജെറി ജേതാവായി. ഇന്ത്യയുടെ ആശിസ് റാവത്ത് 2ാം സ്ഥാനം നേടിയപ്പോൾ മനീഷ് റാവത്ത് 3ാമതെത്തി. വനിതകളുടെ മത്സരത്തിൽ ഇറ്റലിയുടെ ജൂലിയ 1ാം സ്ഥാനവും ഇംഗ്ലണ്ടിലെ സാറ 2ാം സ്ഥാനവും നേടി. പുരുഷ വിഭാഗത്തിൽ 37 പേരും വനിതാ വിഭാഗത്തിൽ 3 പേരുമാണ് മാറ്റുരച്ചത്. ബോട്ടിൽ ഓളങ്ങളിലൂടെ തുഴഞ്ഞ് അഭ്യാസ പ്രകടനം കാണിക്കുന്നതാണ് കയാക്കിംഗ് ഫ്രീ സ്റ്റൈൽ ഇനം. കുത്തിയൊലിക്കുന്ന കുറ്റ്യാടിപ്പുഴയിൽ ഓളങ്ങളോട് മല്ലടിക്കുന്ന കയാക്കർമാരെ കാണാൻ നിരവധി ആളുകളാണ് മീൻതുള്ളിപ്പാറയിൽ എത്തിയത്. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, US, UK, ഓസ്ട്രിയ, നേപ്പാൾ, മോണ്ടിനഗ്രോ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്പെയിൻ തുടങ്ങി രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ
ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. നേരത്തെ മീൻതുള്ളിപ്പാറയിൽ ലോക ചാമ്പ്യൻ ജാക്പോ നോർബേരയ്ക്ക് തുഴ കൈമാറി ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ടൂറിസം ജോയിന്റ് ഡയറക്ടർ CL അനിതകുമാരി, DTPC സെക്രട്ടറി ബിനോയ് വേണുഗോപാൽ, PD ഫിലിപ്പ്, BD ജോസഫ്, ദേവി വാഴയിൽ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സുനിൽ സ്വാഗതവും പറഞ്ഞു. മറ്റിനങ്ങൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പുലിക്കയത്ത് നടക്കും. പരിവർത്തിത ക്രൈസ്തവ ശുപാർശ വിഭാഗ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പകളിലും ഗ്രാന്റുകളിലും വൻ വർധനവ് വരുത്തിയതായി ചെയർമാൻ മത്തായി ചാക്കോ. ഇതിനായി സംസ്ഥാന സർക്കാർ 7 കോടി രൂപ വകയിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. പരിവർത്തിത ക്രൈസ്തവരുടെയും ശുപാർശിത വിഭാഗങ്ങളുടെയും സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉയർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കോർപ്പറേഷന് രൂപം കൊടുത്തത്. കോർപ്പറേഷൻ അടിസ്ഥാനപരമായി ഒരു ധനകാര്യ സ്ഥാപനമാണ്. എന്നാൽ ലക്ഷ്യവിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് പുറമെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ളതിനാൽ വായ്പാ പദ്ധതികൾക്ക് പുറമെ ഏതാനും സ്കോളർഷിപ്പ് പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ടെന്ന് ചെയർമാൻ മത്തായി ചാക്കോ പറഞ്ഞു. കൂടാതെ നടപ്പുവർഷം 7 കോടി രൂപ മേൽ പദ്ധതികൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും ഈ തുക മാർച്ച് 2018 മുഴുവനായി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 48ാം വാർഷികത്തോടനുബന്ധിച്ച് ബാങ്ക്മെൻസ് പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ബാങ്കുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ BEFI സംസ്ഥാന പ്രസിഡന്റ് T നരേന്ദ്രൻ പ്രഭാഷണം നടത്തി. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 48ാം വാർഷികത്തോടനുബന്ധിച്ച് ബാങ്ക്മെൻസ് പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ബാങ്കുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ BEFI സംസ്ഥാന പ്രസിഡന്റ് T നരേന്ദ്രൻ പ്രഭാഷണം നടത്തി. 1990-കൾക്ക് ശേഷം വന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ദേശസാൽക്കരണത്തിന്റെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കിയതെന്ന് നരേന്ദ്രൻ പറഞ്ഞു. സ്വകാര്യവൽക്കരണം കടുത്തതോടെ സാധാരണക്കാരന്റെ നിക്ഷേപങ്ങൾക്ക് പലിശ കുറയുകയും വായ്പാ മേഖലയിൽ കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാരന്റെ നടുവൊടിച്ചു. ഇതെല്ലാം ദേശസാൽക്കരണത്തിന്റെ ചരമക്കുറിപ്പെഴുതി. ബാങ്കിന്റെ പ്രധാന മുദ്രാവാക്യമായ സേവനം എന്നത് വാക്കിൽ മാത്രമായി ഒതുങ്ങി. മുഴുവൻ ബാങ്ക് ജീവനക്കാരിലേക്കും വിന്യസിക്കാനിടയായ ഒരു സാഹചര്യത്തെ പുനർനിർമ്മിച്ചുകൊണ്ടാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ഈ ബാങ്കിങ്ങിന്റെ ഇന്നത്തെ പ്ലാന്റേഷൻ നടപ്പിലാക്കുന്നതും ഇതിനെ ആശ്രയിച്ചുകൊണ്ടാണ്. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി A രാഘവൻ അധ്യക്ഷനായിരുന്നു. K ജഗദീഷ്, M മാധവൻ, ബാങ്ക്മെൻസ് ക്ലബ് പ്രസിഡന്റ് KJ തോമസ്, ജനറൽ സെക്രട്ടറി B ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സതീഷ് K സതീഷ് സംവിധാനം ചെയ്ത് ബ്ലാക്ക് എന്ന ഏകപാത്ര നാടകം അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലക്കയറ്റമില്ലാത്ത ഓണമായിരിക്കും ഇത്തവണത്തേതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P തിലോത്തമൻ. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ ദേശീയതലം അന്വേഷണം ആവശ്യമാണെന്ന് K മുരളീധരൻ. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും MLA. RSSും BJPയും ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. മതനിരപേക്ഷതയ്ക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പെൺകൂട്ടായ്മ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.